കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും. സ്നേഹമുള്ള ഡിസിയൻ കുടുംബാംഗങ്ങളെ, 3 ആറുകൾ ചേർന്ന് ഒരു പഴയ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട്. വലിയ ആൾ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ്. പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട്. സഹപാഠിയാവാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം. കുണുങ്ങി കുഴഞ്ഞു കുശലം പറഞ്ഞു ചിലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത. കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപ്പാതയിലെ ഒരു മരച്ചോട്ടിലിരുന്നു പ്രണയം കേളികളാടുകയായിരുന്നു. അപ്പോൾ ഒരു പറ്റം കൊടുംവിഷമുള്ള കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോടുകുത്ത്. നീ എൻ ജീവനാണ്, പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്കു കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ടോടി രക്ഷപ്പെട്ടു. മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നും കണ്ടവർക്കു തോന്നിയത്. പ്രിയ കൂട്ടുകാരെ, കുളവി കുത്തു കൊണ്ടവരല്ല അത്. കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാ ഡിസിഎൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്കു തോന്നി. എന്തായിരിക്കണം ഈ കത്തിൻ്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു. 2 ശീർഷകങ്ങൾ മനസ്സിൽ വന്നു. കൗമാരത്തിൻ്റെ കുത്തു, കുളവിയുടെ കുത്തു എന്നതാണ് ആദ്യം വന്നത്. എന്നാൽ കാമുകൻ കാലും നാലും പറിച്ചോടുമ്പോൾ ഒറ്റയ്ക്കു നിന്നു നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തു കൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്ത് മകൾക്ക് മുഖത്ത് കുളവി കുത്തുകിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അവയുടെ മനസ്സിലും കുത്തുന്നു ഉണ്ടാവുമല്ലോ. മകളുടെ ചതിയുടെയും സ്നേഹരഹിത്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കുളവികൾ
ഹൃദയത്തിലേക്ക് ചെന്നും ഇത്തരം കുളവികളെ വെക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു. അതിനാൽ കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ ഭാഗത്തും എന്ന് ശീർഷകം കൊടുക്കാമെന്നു തീരുമാനിച്ചു. നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉചിതമെന്നു തോന്നുന്നത്? കൂട്ടുകാർ, നിങ്ങൾക്കു വേണം നല്ല സുഹൃദ്ബന്ധങ്ങൾ, സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ, സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ്. എന്നാൽ സ്വന്തം വിലയും മറന്ന് കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കളറിയാതെ ചങ്ങാതികേളികളിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞുവിട്ടെന്നു വരും. നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ്. മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുകൊണ്ടു വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും? മാതാപിതാക്കളറിയാത്ത യാത്രകളും അപകടം വരുത്തും. അതിനാൽ കളം വെടിയാം, ഉള്ളം വെടിപ്പാക്കാം. കുളവിക്കൂട്ടുകളിലേക്ക് വിനോദയാത്ര. ആശംസകളോടെ സ്വന്തം കൊച്ച്.